നെയ്യാറ്റിൻകരയിൽ പിതാവ് നൽകിയ ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെ കുഴഞ്ഞു വീണ് 1 വയസ്സുകാരൻ മരണപ്പെട്ടു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ അറിയിച്ചതിനെ തുടർന്ന് രക്ഷിതാക്കളെ ചോദ്യം ചെയ്ത നെയ്യാറ്റിൻകര പോലീസ്. നെയ്യാറ്റിൻകര കവളാകുളം ഐക്യരവിള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഷിജിലിന്റെയും കൃഷ്ണപ്രിയയുടെയും ഏകമകൻ ഇഹാനാണ് മരണപ്പെട്ടത്. വെള്ളിയാഴ്ച രാത്രി 8:30യോടെയാണ് സംഭവം. ഷിജിൻ വാങ്ങിക്കൊണ്ടുവന്ന ബിസ്ക്കറ്റ് കൃഷ്ണപ്രിയയാണ് കുഞ്ഞിന് നൽകിയത്. അരമണിക്കൂറിനുള്ളിൽ കുഞ്ഞ് കുഴഞ്ഞു വീണു. വായിൽ നിന്ന് നുരയും പതയും വന്നു. ചുണ്ടിനും വായ്ക്കും നിറവ്യത്യാസമുണ്ടാവുകയും ചെയ്തു. ഇതോടെ രക്ഷിതാക്കൾ ചേർന്ന നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞ് മരണപ്പെട്ടിരുന്നു. കുഞ്ഞിന്റെ മരണത്തെ തുടർന്ന് കൃഷ്ണപ്രിയയുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ ബഹളമുണ്ടാക്കി. മരണത്തിൽ ദുരൂഹതയുള്ളതായി ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. കുഞ്ഞിന്റെ മരണകാരണം അറിയണമെന്നും അവർ ആവശ്യപ്പെട്ടു. പോസ്റ്റ്മോർട്ടം നടത്തിയെങ്കിലും പ്രാഥമിക നിഗമനങ്ങൾ ഒന്നും പുറത്തുവിട്ടിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് കിട്ടുമെന്നാണ് പ്രാഥമിക വിവരം. റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ സംഭവത്തെക്കുറിച്ച് വ്യക്തമായി പറയാൻ കഴിയൂവെന്നാണ് പോലീസ് അറിയിച്ചത്. കുഞ്ഞിന്റെ ആന്തരാവയവത്തിൽ ക്ഷതമേറ്റതായി പ്രാഥമിക വിവരങ്ങളെന്നാണ് ഡോക്ടർ പോലീസിനോട് പറയുന്നത്. ബന്ധുക്കളുടെ നിർദ്ദേശപ്രകാരം രക്ഷിതാക്കളെ ചോദ്യം ചെയ്തുവെങ്കിലും മാതാവായ കൃഷ്ണപ്രിയയെയും വിട്ടയച്ചു. പിതാവ് ഷിജിൻ നെയ്യാറ്റിൻകര പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. ഒരാഴ്ച മുമ്പ് കുഞ്ഞ് വീണ് കൈക്ക് പരിക്ക് പറ്റിയിരുന്നു. ഇതേ തുടർന്ന് കാരക്കുണം CSI മെഡിക്കൽ കോളേജിൽ എത്തിച്ച് കുഞ്ഞിൻ്റെ കയ്യിൽ പ്ലാസ്റ്റർ ഇടുകയായിരുന്നു. അതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയോടെ പിതാവ് വാങ്ങിക്കൊണ്ടുവന്ന ബിസ്ക്കറ്റ് മാതാവ് നൽകിയിരുന്നു. അതിനുശേഷമാണ് കുഴഞ്ഞു വീണത്. GTV ന്യൂസ്, നെയ്യാറ്റിൻകര.